എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിപാടി സംഘടിപ്പിച്ചവരോടും ഈ പരിപാടിയിൽ പ്രസംഗിക്കുന്ന എന്നോട് തന്നെയും ഇവിടെ ഇത് കേൾക്കാൻ വന്നെത്തിയവരോടും ദൂരെ നിന്ന് വീക്ഷിക്കുന്നവരോടും എല്ലാവരോടും പറയട്ടെ, നീ മുസ്ലിമാണോ? നിന്റെ വിശ്വാസം നീ പരിശോധിക്കണം. ചില ആളുകൾ പറയും, ഞങ്ങൾ മുസ്ലിങ്ങളല്ലടോ, പിന്നെന്തിനാ ഞങ്ങളോട് തന്നെ ഇത് വീണ്ടും പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ. എന്താ പറഞ്ഞത്? അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ വിശ്വസിച്ചവരെ, പരലോകത്തിൽ വിശ്വാസമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിശ്വസിക്കുന്നവരെ, മുസ്ലിങ്ങളെ. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ. എന്നിട്ട് അല്ലാഹു പറയാൻ, ആമിനു ബില്ലാഹി വറസൂലിഹി, ആമിനു ബില്ലാഹി വറസൂലിഹി. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഊട്ടിയുറപ്പിക്കണം, പരിശോധിക്കണം. ചില ആളുകൾ പറയും, ഓ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനാ വന്നിന്, ഓൻ തൗഹീദ് പറയാനാ വന്നിന്, ഓൻ ശിർക്കിനെ കുറിച്ച് പറയാനാ വന്നിരിക്കുന്നത്. ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരല്ലേ, ഞങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്നവരല്ലേ, 5 നേരം നിസ്കരിക്കുന്നവരല്ലേ, ഞങ്ങളോട് ഇനി എന്തിനാണ് ഇത് പറയുന്നത് എന്ന് ചില ആളുകൾ ചോദിക്കും. അല്ലാഹു പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ. ആ വിളി അത് ആദ്യമായി ചെന്നെത്തേണ്ടത് ആരുടെ കാതുകളിലായിരുന്നു? സഹാബികളുടെ കാതുകളിലായിരുന്നു. അബൂബക്കർ സിദ്ദീഖിനെ പോലെ, ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെ, അലി ഇബ്നു അബീ താലിബിനെ പോലെ ഔലിയാക്കന്മാരുടെ നേതാക്കന്മാർ, അവരോടാണ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, ആമിനു ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം. നിങ്ങൾ വിശ്വാസം ശരിയാക്കണം, വിശ്വാസം പരിശോധിക്കണം, വിശ്വാസം പുതുക്കണം. അതുകൊണ്ടല്ലേ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എന്താ ചൊല്ലാൻ പഠിപ്പിച്ചത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. എഴുന്നേൽക്കുന്നത് തന്നെ തൗഹീദ് പറഞ്ഞുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സർവസ്തുതിയും. ഉറങ്ങാൻ കിടക്കുമ്പോൾ എങ്ങനെ ഉറങ്ങുന്നത്? ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുന്നത്. ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂത്, ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യാ. അല്ലാഹുവേ നിന്റെ നാമത്തിൽ അത് ഉച്ചരിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും. നോക്കൂ, ജീവിതത്തിന്റെ ആരംഭവും അവസാനവും തൗഹീദിലാണ്. അത് പുതുക്കിക്കൊണ്ടേയിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഇസ്ലാം, നമ്മുടെ ദീൻ, നമ്മുടെ വിശ്വാസം, നമ്മുടെ അഖീദ, നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെ മുഹമ്മദ് റസൂലുള്ളാഹ്, നമ്മുടെ ഷഹാദത്ത് കലിമ, അത് വീണ്ടും വീണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കണം, വീണ്ടും വീണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കണം. പറയുന്നവനും പരിശോധിക്കണം, കേൾക്കുന്നവനും പരിശോധിക്കണം. എല്ലാവരും പരിശോധിക്കാനുള്ള കാര്യമാണ്. അതാർക്കെങ്കിലും ഒരാൾക്ക് ബാധകല്ല. നമ്മളിതെല്ലാവരും നന്നായിട്ട് നിങ്ങളെല്ലാം നന്നായിക്കോ എന്ന് പറയാൻ വന്നതല്ല. നമ്മളെല്ലാവരും പരിശോധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ മുഅ്മിനീങ്ങളാകണം, മുഅ്മിനീങ്ങളെ നിങ്ങൾ മുഅ്മിനീങ്ങളാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അത് നഷ്ടമായതു കൊണ്ടാണ്, അതില്ലാതെ പോയത് കൊണ്ടാണ് നമ്മുടെ സമൂഹം നശിച്ചു പോകുന്നത്. അതില്ലാതെ പോയത് കൊണ്ടാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് എന്റെ സഹോദരങ്ങളെ നഷ്ടങ്ങൾ ആരംഭിക്കുന്നത്.